ഒന്നിച്ചായിരിക്കാൻ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രഹബോത്ത് മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന വാത്സല്യ കർത്താവിന്റെ ദാസി, എൻ്റെ കുടുംബം ഈ രഹബോത്ത് മിനിസ്ട്രിയോട് ചേർന്ന് നാളുകളായി ഈ മിനിസ്ട്രിയിൽ ഭാഗവാക്കാകുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, ഓൺലൈനിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും, സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിലുള്ള ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളെ കാണുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനും ദൈവമൊരുക്കുന്ന എല്ലാ വിലപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മോട് സംസാരിക്കണം. മാനുഷികമായ ഒരു ശബ്ദം നാം കേട്ടാൽ നമ്മൾ ആത്മീകമായ ഒരു വളർച്ച നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചാൽ നമ്മുടെ ആത്മീക മനുഷ്യനിൽ ഒരു വളർച്ച, ഒരു അഭിവൃദ്ധി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സംഭവിക്കേണ്ടതായിട്ട്. ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ദൈവവുമായി ഒരു വിധത്തിലും ബന്ധം സ്ഥാപിപ്പാൻ നമുക്ക് കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനോട് നാം എത്രത്തോളം ചേർന്ന് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നാം ചുവടുകൾ വെക്കുമോ, അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വിജയത്തിന് കാരണമായി. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും അതിപ്രാധാന്യമേറിയ അനുഭവമാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം ജീവിക്കുക എന്നുള്ളത്. നാം പഴയ നിയമത്തിൽ ഒത്തിരി ആയുസ് ജീവിച്ച ഒത്തിരി മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒത്തിരി ആയുസ് ജീവിച്ചില്ല, ചുരുങ്ങിയ ആയുസ് ജീവിച്ചുള്ളൂ. ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹാനോക്കിനെ കുറിച്ചാണ്. 300 സംവത്സരം താൻ ദൈവത്തോട് കൂടെ നടന്നു. മറ്റനേകർ ഒത്തിരി ആയുസ് 967, 67, 69, 900 ഇങ്ങനെ പല ദീർഘവർഷങ്ങൾ ജീവിച്ചിരുന്നവരുണ്ടെങ്കിലും ഹാനോക്കിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഈ ഭൂമിയിൽ ദൈവം കൊടുത്ത ആയുസിന്റെ ഏറ്റവും അതിപ്രാധാന്യമേറിയ ടൈം മുഴുവൻ താൻ ദൈവത്തോട് കൂടെ നടന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് താൻ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. മരണം കാണാതെ എടുക്കപ്പെട്ട ഭക്തന്മാരിൽ 2 പേരാണ്. ഒന്ന് ഹാനോക്കും, മറ്റൊന്ന് ഏലിയാവും. ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏലിയാവിന് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇപ്പോൾ മതി, യഹോവ എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നീ അങ്ങനെ മരിക്കാനുള്ളവനല്ല, നിന്നെ കൊണ്ട് എനിക്കിനിയും എന്റെ ശുശ്രൂഷ പലതും നിന്നിലൂടെ പൂർത്തീകരിക്കാനുണ്ട്. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇന്നു രാത്രിയിൽ ഈ പ്രാരംഭ സമയം തന്നെ ആ വചനത്തിന്റെ ഒരു ആലോചന എൻ്റെ ഉള്ളിൽ തരുന്നത്, നാം പലപ്പോഴും പല പ്രയാസഘട്ടങ്ങൾ, ഒരുപക്ഷെ ചിലരുടെ വാക്കുകളാകാം, ചിലരുടെ പെരുമാറ്റങ്ങളാകാം, നാം പ്രതീക്ഷിച്ചതിന് വിപരീതമായി നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ മനസ്സിന് നിരാശ കൊണ്ടുവരുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും മതി യഹോവയെ, മടുത്തു, എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി നമ്മിലൂടെ ഇനിയും
അവിടുത്തെ മഹത്വമേറിയ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി കൊടുത്തോ എന്ന് ചോദിച്ചാൽ, ഏലിയാവ് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചൂരച്ചേഴി കീഴിൽ കിടന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല ദൈവം. അതിന്റെ മറുപടി ദൈവം കൊടുത്തത് ഇങ്ങനെയായിരുന്നു. അവൻ ആഗ്രഹിച്ച വിധത്തിലല്ല ദൈവം കൊടുത്തത്, അവൻ ആഗ്രഹിക്കാത്ത വിധത്തിൽ അവനിലൂടെ മഹത്തായ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് മരണം കാണാതെ ആ മനുഷ്യനെ ദൈവം എടുക്കുവാനാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ ചിന്തകളല്ല ദൈവത്തിന്റെ ചിന്തകൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ. നമുക്ക് ദൈവ ഇഷ്ടത്തിനായിട്ട് ആത്മാവിനോട് ചേർന്ന് നമുക്ക് നടക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ പുതിയ നിയമ ദൈവമക്കൾക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന പോലെ നമ്മളും ദൈവത്തോടു കൂടെ നടക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളത് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവിനാൽ ജയകരമായ ഒരാത്മീയ ജീവിതം നയിപ്പാൻ, സകല പോരാട്ടങ്ങളെയും ജയിപ്പാൻ, സകല സാത്താന്യ തന്ത്രങ്ങളെയും ജയിപ്പാൻ, സകല സാത്താന്യ പ്രവൃത്തികളെയും ജയിപ്പാൻ നമ്മെ കരുത്തരാക്കി തീർക്കുന്നത് ശക്തനായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ജയകരമായ ജീവിതം നയിപ്പാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എൻ്റെ ഉള്ളിൽ അല്പസമയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഒരു ഉൾപ്രേരണ ദൈവം തന്നിരിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം അതിന്റെ 18 തിരുവചന ഭാഗമാണ്. 119 സങ്കീർത്തനം 119 സങ്കീർത്തനം അതിന്റെ 18. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഒത്തിരി ഒരുപക്ഷെ ഈ രഹബോത്ത് മിനിസ്ട്രി തുടങ്ങിയതിന് ശേഷവും ഈ ഓൺലൈനിലൂടെയും ഈ വാക്യത്തിൽ നിന്നുള്ള സന്ദേശം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ഇതിനു മുമ്പ് വ്യത്യസ്തങ്ങളാകുന്ന കൂട്ടായ്മകളിൽ ഈ തിരുവചനത്തിലെ ആലോചനകൾ, അരുളപ്പാടുകൾ മുൻപ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എൻ്റെ ഉള്ളിൽ ഒരു ഉൾപ്രേരണ തന്ന തിരുവചന ഭാഗമാണ് ഇവിടെ വായിച്ചിരിക്കുന്നത്. 119 സങ്കീർത്തനം 18 വാക്യം. ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഈ സങ്കീർത്തനം നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ 150 സങ്കീർത്തനം ഉണ്ടെങ്കിലും സങ്കീർത്തനങ്ങളിലെ ഏറ്റവും വലിയ സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അപ്പം 119 സങ്കീർത്തനം എഴുതിയ ആ സങ്കീർത്തനക്കാരൻ പുറമേയുള്ള കണ്ണിന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിരുന്നില്ല. അന്ധനായ ഒരു ദൈവദാസനല്ല ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. പുറമേയുള്ള കണ്ണുകൾക്ക് കാഴ്ചയുള്ള മനുഷ്യൻ തന്നെയാണ്. ആ സങ്കീർത്തനം എഴുതി വരുമ്പോൾ ആ ദൈവ മനുഷ്യൻ പറയുകയാണ്, നിന്റെ ന്യായപ്രമാണത്തിലുള്ള അത്ഭുതങ്ങൾ കാണേണ്ടതിന്. ആമേൻ. നിന്റെ ന്യായപ്രമാണത്തെ കുറിച്ച് അറിയാനല്ല, നിന്റെ ന്യായപ്രമാണം പഠിക്കാനല്ല, അത് വായിക്കാനല്ല. അത് വായിക്കാൻ നമ്മുടെ പുറമെയുള്ള കണ്ണുകൾക്ക് കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. എന്നാൽ അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ കണ്ണുകളെ തുറക്കണമേ. ഹല്ലേലൂയ. ഇതൊരു വലിയ ആത്മീക മർമ്മമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഭൗതിക ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും അധികം പ്രൊട്ടക്ഷൻ ഉള്ള ഒരു അവയവമാണ് കണ്ണെന്നുള്ളത്. കണ്ണുള്ളപ്പോൾ നമ്മൾ
പഴമക്കാര് പറയാറുള്ള വാക്കാണ്, കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ലെന്ന്. കണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും അധികം സുരക്ഷിതത്വമുള്ള ഒരു അവയവമാണ് നമ്മുടെ പുറമേയുള്ള കണ്ണ്. കണ്ണിന്റെ കാഴ്ച പോയാൽ നാം ചിന്തിക്കുന്നതിനപ്പുറമാണ് പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. നമുക്ക് കാഴ്ച ഉള്ളത് കൊണ്ട് മറ്റാരെയും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല. കാഴ്ച നഷ്ടപ്പെട്ടൊരു വ്യക്തി എപ്പോഴും പരാശ്രയം, മറ്റുള്ള ഒരു വ്യക്തിയുടെ ആശ്രയത്തിലാണ് പിന്നീട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറ്റൂ. കുറഞ്ഞത് ഒരു വടിയെങ്കിലും കയ്യിൽ വേണം. അപ്പോൾ പുറമേയുള്ള കണ്ണുകൾക്ക് കാഴ്ച കുറഞ്ഞാൽ, കാഴ്ച നഷ്ടപ്പെട്ടാൽ മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ അല്ലാതെ പിന്നെ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരു സാധനം എടുക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം വേണം. നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും മറ്റൊരു വ്യക്തി നമ്മെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. പുറമെയുള്ള കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടാൽ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണണം എനിക്ക്. ന്യായപ്രമാണം അറിഞ്ഞാൽ പോരാ, നിന്റെ ന്യായപ്രമാണത്തിൽ നിഗൂഢമായ ചില അത്ഭുതങ്ങളുണ്ട്. അതിനു വേണ്ടി എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയിൽ ദൈവത്തോട് നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മൾ ഒത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒട്ടുമുക്കാൽ വിഷയങ്ങളും ഭൗതിക വിഷയങ്ങളാണ്. നല്ലതാണ്, പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഭൗതികമായുള്ള നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കർത്താവേ, അങ്ങയുടെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്, അതിലുള്ള ആത്മീക മർമ്മങ്ങളെ തിരിച്ചറിയേണ്ടതിന്, അതിൻ്റെ ആത്മീക വെളിപ്പാടുകളെ തിരിച്ചറിയേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ കർത്താവേ. ഞാൻ ആ ദൈവമക്കളായ പ്രിയപ്പെട്ടവരാണല്ലോ കൂടുതൽ ഈ ഓൺലൈനിൽ ഈ സന്ദേശം കേൾക്കുന്നത്. നമ്മുടെ പുറമെയുള്ള കണ്ണുകൾ അടയപ്പെട്ടാൽ, കാഴ്ച നഷ്ടപ്പെട്ടാൽ, പരാശ്രയത്തിലൂടെ അല്ലാതെ, മറ്റൊരാളുടെ സഹായത്തിലൂടെ അല്ലാതെ നമുക്ക് മുൻപോട്ട് ജീവിക്കാൻ പറ്റാത്തതുപോലെ തന്നെ ആത്മീക കണ്ണുകൾ അന്ധത പിടിച്ചാൽ, ആത്മീക കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ, നമ്മൾ എപ്പോഴും മറ്റൊരു വ്യക്തിയെ ആയിരിക്കും എപ്പോഴും ആശ്രയിക്കുന്നത്. പ്രാർത്ഥിക്കാൻ മറ്റൊരു വ്യക്തി വേണം, ആരാധിക്കാൻ മറ്റൊരു വ്യക്തി വേണം. എപ്പോഴും ഒരു പരാശ്രയത്തിലായിരിക്കും പിന്നീട് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ കണ്ണു തുറക്കപ്പെട്ടൊരു വ്യക്തിക്ക് മറ്റൊരാളുടെ ആശ്രയം വേണ്ടി വരുന്നില്ല. നടക്കണമെങ്കിൽ, ഒരു കാര്യം എടുക്കണമെങ്കിൽ, ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ഒന്ന് വായിക്കണമെങ്കിൽ പരാശ്രയത്തിന്റെ ആവശ്യമില്ല. ഇതുപോലെ ആത്മീക കണ്ണുകൾ അന്ധത പിടിച്ചാൽ എപ്പോഴും നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയിൽ ആശ്രയിക്കുന്നവരായിരിക്കും. ഞാൻ ഇന്ന് രാത്രി ഓൺലൈനിൽ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, എപ്പോഴും നമ്മുടെ അടുക്കൽ നമ്മളെ സഹായിപ്പാൻ വ്യക്തികൾ ഉണ്ടാകണമെന്നില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വ്യക്തികൾ ഉണ്ടാകണമെന്നില്ല. നമ്മളെ സംരക്ഷിപ്പാൻ ആളുകൾ ഉണ്ടാകണമെന്നില്ല. ഇന്ന് രാത്രി ദൈവത്താൽ നമ്മുടെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടവരാണെങ്കിൽ മറ്റാരുടെയും സഹായം നമുക്ക് വേണ്ട. കർത്താവ് മാത്രം നമ്മുടെ സഹായമായി, അവൻ മാത്രം കൂടെ ഉണ്ടെങ്കിൽ, അവൻ മാത്രം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാമായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒരിടത്തും വീണ് തകർന്ന് പോകുവാൻ ഇടയാകത്തില്ല. ഞാൻ ഒന്നും കൂടെ കിടന്നു പറയുന്നു, പുറമെയുള്ള കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ,
എവിടെയെങ്കിലും വീഴാൻ സാധ്യതകളുണ്ട്. കല്ലിൽ തട്ടി വീഴാം, കുഴിയിൽ വീഴാം. കുഴി കാണാൻ കഴിയത്തില്ല, കല്ല് കാണാൻ കഴിയത്തില്ല. അപ്പോൾ പുറമെയുള്ള കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ കുഴിയിൽ വീഴാം, അതല്ലെങ്കിൽ കല്ലിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ അവിടെ നമ്മൾ അലച്ചു വീഴാനിടയായി തീരും. ഇതുപോലെ തന്നെ ആത്മീക കണ്ണുകൾ കുരുടായാൽ, ആത്മീക കണ്ണുകൾ പ്രകാശിക്കാതിരുന്നാൽ ഏതെങ്കിലും ശത്രുവിന്റെ കുഴികളിൽ വീഴാൻ സാധ്യതകളുണ്ട്. ശത്രു ഒരുക്കി വെച്ച കണികളിൽ വീഴാൻ സാധ്യതകളുണ്ട്. കണ്ണുകൾ തുറന്നതെങ്കിൽ, ആത്മക്കണ്ണുകൾ തുറന്നതെങ്കിൽ ശത്രു ഒരുക്കി വെച്ചതിനെ കണ്ട് അതിനെ ഒഴിഞ്ഞു മാറിപ്പോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മള് ഒത്തിരി ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇതൊരു പ്രധാന പ്രാർത്ഥന വിഷയമാകണം. കർത്താവേ, എന്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കണമേ. റാബാധനാഥരാജനായ ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടൊരു വ്യക്തി, ആമേൻ, ശത്രുവിനെ ഭയപ്പെടേണ്ടതില്ല. ശത്രുവിനെ ദൂരവെ കാണാൻ കഴിയും. അവൻ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അവനെ ജയിപ്പാൻ ആത്മക്കണ്ണുകൾ തുറന്നൊരു ദൈവപൈതലിന് സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകം ഇതാണ്: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. നല്ലൊരു പ്രാർത്ഥന. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നു, കർത്താവിന്റെ നാമത്തിൽ നമുക്ക് ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി ഏറ്റെടുക്കാം. കർത്താവേ, എന്റെ കണ്ണുകളെ ഇതുവരെ തുറന്നത് പോരാ. ഇതുവരെ തുറക്കപ്പെട്ട കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം എനിക്ക് പ്രശ്നങ്ങളേ ഉള്ളൂ. എന്റെ പുറമെയുള്ള കണ്ണുകൊണ്ട് ഞാൻ കാണുന്നതെല്ലാം പ്രശ്നങ്ങളാണ്, എല്ലാം തടസ്സങ്ങളാണ്, എല്ലാം കൈപ്പേറിയ അനുഭവങ്ങളാണ്, എല്ലാം ദുർഘടമായ അവസ്ഥയാണ്. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ദൂത് പറയുന്നു, ഉൾക്കണ്ണ് തുറന്നാൽ ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ കഴിയും. ദൈവം ഒരുക്കിക്കൊണ്ടുവരുന്ന നന്മകൾ കാണാൻ കഴിയും. ദൈവത്തിന്റെ വിടുതലുകൾ കാണാൻ കഴിയും. ദൈവം ഒരുക്കുന്ന വിശാലത കാണാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ശമന ധരജ ലബന്ധന റബന്ധന റബന്ധന. പ്രശ്നങ്ങളെ അല്ല ദൈവത്തിൽ നീ കാണേണ്ടത്, അത് നിന്റെ പുറമെയുള്ള കണ്ണുകളാണ്. അവൻ നിന്നെ ഒതുക്കുകയാണ്. ആ പ്രശ്നങ്ങൾ നീ കാണും തോറും നീ ഒതുങ്ങിപ്പോവുകയാണ്. നിനക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് നീ തന്നെ തീരുമാനിക്കുകയാ. പക്ഷെ ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ടൊരു ദൈവത്തിൽ പറയും, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട്. ഓ, ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ താൻ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്റെ ദീപത്തെ കത്തിക്കും. ആമേൻ. നമുക്ക് ഒത്തിരി അറിയാവുന്ന ഒരു വേദഭാഗമാണത്, അല്ലെ? 18-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. നീ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഓ ജീസസ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഓ റബാദാനായ. താങ്ക് യു ഹോളി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ സങ്കീർത്തനക്കാരൻ അവിടെ 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ആമേൻ, സങ്കീർത്തനക്കാരൻ പറയാണ്, ദൈവമേ, നീ എന്റെ ദീപത്തെ കത്തിച്ചെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നീ എന്റെ ദീപത്തെ കത്തിക്കണം. അപ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ തുറന്നു പറയാണ്, കർത്താവ്, ഞാനിപ്പോൾ ഇരുട്ടിലാണ്. അത് സമ്മതിക്കണം. താൻ പറയാണ്, ഞാനിപ്പോൾ ഇരുട്ടിലാണ് കർത്താവേ, എനിക്ക് നീ എന്റെ ദീപത്തെ കത്തിക്കണം. ഷമാന ഹംദറ ദിയാംതന റബദന. നീ എന്റെ ദീപത്തെ കത്തിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? എന്റെ അന്ധകാരം പ്രകാശപൂരിതമാകും. ഓ ജീസസ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ശത്രു ഈ ഇരുട്ടിനകത്തകപ്പെട്ട വ്യക്തിയുടെ മുമ്പ് ചില മതിലുകൾ കെട്ടിപ്പൊക്കി. സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇനി മുമ്പോട്ട് ഒരു ചുവട് പോലും വെക്കാൻ പറ്റത്തില്ല.
ആമേൻ. നിന്റെ വഴികളെല്ലാം ഞാൻ അടച്ചു. നീ ഇവിടം കൊണ്ട് തീർന്നു. ഇവിടം കൊണ്ട് നിന്റെ അവസാനമാണ്. നിനക്കിനി ഒരു ചുവട് മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ല. എവിടെയാ? അന്ധകാരത്തിൽ സകലതും പ്രതികൂലമാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, നീ എന്റെ ദീപത്തെ കത്തിച്ചാൽ എന്റെ മുമ്പിലുള്ള അന്ധകാരം പ്രകാശമാകും. ഞാൻ കാണുന്നു ഈ മതിൽ ആമേൻ എനിക്ക് ചാടിക്കടക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്റെ ദൈവത്താൽ. ആമേൻ. പഴയ നിയമത്തിലെ കാലേബ് എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ എന്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ എത്ര അനാഖ്യരുണ്ടെങ്കിലും, അവരെത്ര പ്രബലരാണെങ്കിലും, അവരെത്ര കരുത്തുറ്റവരാണെങ്കിലും, യഹോവ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനത് പിടിച്ചടക്കും, ഞാനത് പിടിച്ചടക്കും. ഓ, കൂടെയുള്ളവർ ആരെല്ലാം എതിർത്ത് പറഞ്ഞാലും ഉൾക്കണ്ണ് തുറന്നവൻ പറയുക, യഹോവ എന്റെ കൂടെയുണ്ട്, യഹോവ എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ ശത്രുക്കൾക്ക് എന്നെ ജയിപ്പാൻ കഴിയത്തില്ല, ഞാൻ ശത്രുക്കളെ ജയിക്കും. അവിടെയുള്ളവർ അനാഖ്യരാണ്, അവിടെ വലിയ മല്ലന്മാരുണ്ട്, അവൻ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ എന്റെ കൂടെ എന്റെ ദൈവം ഉള്ളത് കൊണ്ട്, ഓ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ കാലേബ് പറയുകയാണ്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. കാലേബ് പറയുന്നു, എന്റെ ദൈവത്താൽ ഞാൻ ആ മല പിടിച്ചടക്കും, ആ മലയിൽ അവൻ വാഴുന്ന ശക്തികളെ ഞാൻ ഓടിച്ചു കളയും. റാംതാൻ അറിവതന. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, അവൻ ചില കുടുംബങ്ങൾക്കകത്ത് വാഴുന്ന ചില പാരമ്പര്യ ശക്തികളുണ്ട്. ഭവനത്തിനകത്തെ സ്വസ്ഥതയെ കെടുത്തി സൗഖ്യമില്ലാതെ നിരന്തരം രോഗികളാക്കി, മാനസികമായി തകർത്ത്, സാമ്പത്തികമായി തകർത്ത്, കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഉലച്ചിലുകൾ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർത്ത് കളയുവാൻ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചു കളയുവാൻ വാദിച്ചു നിൽക്കുന്ന ആ പാരമ്പര്യത്തിന്റെ പൈശാചിക ശക്തികളെ ഓടിച്ചു കളയാനുള്ള അഭിഷേകം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തിന്മേൽ പകരുകയാണ്. റക്ഷമന ഹംദനായ അവൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, പക്ഷെ നിങ്ങളിലുള്ളവൻ വലിയവനായതുകൊണ്ട്, ആമേൻ, നിങ്ങളിലുള്ളവൻ വലിയവനായതുകൊണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ പരാജയപ്പെടും. നിങ്ങൾ നിങ്ങളുടെ കഴിവ് വെച്ചോ, നിങ്ങളുടെ അറിവ് വെച്ചോ, നിങ്ങളുടെ ആൾ സ്വാധീനം കൊണ്ടോ ഏതെങ്കിലും വിഷയം സോൾവ് ചെയ്യാൻ പോയാൽ നിങ്ങൾ പരാജയപ്പെടും. പക്ഷെ നിങ്ങളിലുള്ളവന്റെ തിരു സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ ചെന്നാൽ, ഹല്ലേലൂയ, ശത്രുവിന്റെ ബലം അവിടെ ക്ഷയിക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് ജയം തരാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണ്, നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ദൈവത്തിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ കരുതലുകളെയും കാണണമെങ്കിൽ ഉൾക്കണ്ണുകൾ തുറക്കപ്പെട്ടൊരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് തിരുവെഴുത്തിൽ ദൈവം തന്നെ കണ്ണു തുറന്ന ചില പ്രത്യേക തിരുവചന ചിന്തകൾ നമുക്ക് ഒത്തിരി അറിയാവുന്ന ഭാഗമാണെങ്കിലും ഈ വാക്യത്തോട് ചേർന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് ഇതിനോട് ചേർന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം. അൺമ്യൂട്ട് ചെയ്ത് വായിക്കാമെങ്കിൽ ഉപകാരമായി. ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. നാം പലപ്പോഴും കേട്ടിട്ടുള്ളതും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പറയാറുള്ള ഒരു വാക്യമാണ്, ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നു. ഹാഗാറിന് വേണ്ടി, ഹാഗാറിന്റെ കുഞ്ഞിനു വേണ്ടി ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നു. പ്രിയരെ, ആ വാക്യം നിങ്ങൾ വായിച്ചാൽ ഉറവയല്ല ദൈവം തുറന്നേ, ഉറവയല്ല ദൈവം തുറന്നേ. ഞാൻ ആ വചനങ്ങൾ ഇങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ ദൈവാത്മാവ് എനിക്ക് ബോധ്യമാക്കിയത് കണ്ണാണ് ദൈവം തുറന്നത്.
ആരുടെ കണ്ണ്? ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു. നമുക്കറിയാം, ആ സഹോദരി അന്ധയായിരുന്നില്ല, കണ്ണ് കാഴ്ചയില്ലാത്തൊരു സഹോദരി ആയിരുന്നില്ല. പക്ഷേ ദൈവം തുറന്നിട്ടിരുന്ന ആ ഉറവ, ആ നന്മ കാണാൻ പറ്റാത്ത വിധത്തിൽ അവളുടെ കണ്ണ് അന്ധത പിടിച്ചിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണിത്. നിങ്ങൾക്കോ എനിക്കോ, ഞാൻ ഒരു 3 കുഞ്ഞുങ്ങളുടെ പിതാവാണ്, 3 മക്കളുടെ അപ്പനാണ്. എനിക്കോ നിങ്ങൾക്കോ ഒരു തലമുറയെ ദൈവം തരുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, മക്കളെ യഹോവ തരുന്ന ദാനമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് വിശ്വസിക്കുന്നവരാണല്ലോ നാം. മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരഫലം ദൈവത്തിന്റെ പ്രതിഫലം. അപ്പോ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്കൊരു തലമുറയെ തരുന്നതിന് മുമ്പ് ആ തലമുറയ്ക്ക് വേണ്ടി ഉള്ളത് ദൈവം ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കിടന്ന് ആകുലപ്പെടുകയാണ്, വേവലാതിപ്പെടുകയാണ്. ഈ ഒരു ആൺകുഞ്ഞാണ് അല്ലെങ്കിൽ പെൺകുഞ്ഞാണ്, എന്ത് ചെയ്യും, എങ്ങനെയാകും, അവളെ എങ്ങനെ പഠിപ്പിക്കും, അല്ലെ അവനെ എങ്ങനെ പഠിപ്പിക്കും, അവൻ എവിടുന്നൊരു ഭാവി ഉണ്ടാകും. നമ്മളിങ്ങനെ കിടന്ന ടെൻഷൻ അടിക്കുകയാണ്. എന്നാൽ ഈ സന്ദേശം ഒന്ന് കേൾക്കുക. ദൈവം അവളുടെ കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് ദൈവം തുറന്നിട്ടിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ഉറവയാണ് ദൈവം അവളെ കാണിച്ചു കൊടുത്തത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവത്തിലെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആ തലമുറ ജനിക്കുന്നതിന് മുമ്പ്, ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ, നിങ്ങളുടെ തലമുറയ്ക്ക് ആവശ്യമുള്ള നന്മ ദൈവം തുറന്നിട്ടിട്ടാണ് നിങ്ങൾക്കൊരു തലമുറയെ ദൈവം തന്നിരിക്കുന്നത്. ഇത് വിശ്വസിക്കണം, ഇത് വിശ്വസിക്കാൻ തയ്യാറാകണം. ആമേൻ. അപ്പൊ ഒത്തിരി കിടന്ന് വേവലാതിപ്പെടേണ്ടി വരത്തില്ല. ദൈവം എനിക്കൊരു തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ ആ തലമുറയെ ദൈവം എനിക്ക് തരുന്നതിന് മുമ്പ് ആ തലമുറയ്ക്ക് ആവശ്യമുള്ളത് മുഴുവൻ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് തക്ക സമയത്ത്, ആ കുഞ്ഞിന്റെ ഓരോ പ്രായത്തിന്റെ സമയത്തും, ആ കുഞ്ഞ് കടന്നു പോകുന്ന ഓരോ മേഖലകളിലും ആ കുഞ്ഞിന് വേണ്ടി സമയാസമയങ്ങളിൽ ദൈവം അത് എന്നെ കാണിച്ചു തന്നിരിക്കും. നിങ്ങളുടെ കരങ്ങളിൽ അത് ലഭിച്ചിരിക്കും. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാം, ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത് 6-ാം ദിവസമാണ്. നമുക്കറിയാം, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്ന 6-ാം ദിവസമാണ്. ബാക്കിയുള്ള 5 ദിവസം എന്ത് ചെയ്യായിരുന്നു ദൈവം? ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യന് ജീവിക്കാൻ ഈ ഭൂമിയിൽ ഇന്നതൊക്കെ വേണമായിരുന്നു, ഇനിയിപ്പോ അതൊക്കെ സൃഷ്ടിക്കാം എന്ന് പറഞ്ഞ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആദാമിന് വേണ്ടിയുള്ളതൊക്കെ സൃഷ്ടിക്കുകയായിരുന്നില്ല. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, ആദാമിനും ആദാമിന്റെ കുടുംബത്തിനും വേണ്ടിയുള്ളത് മുഴുവൻ ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദാമിനെ ദൈവമായി ഭൂമി സൃഷ്ടിച്ചത്. രാത്രി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഞാനിത് പറയുന്നത് കർത്താവ് പറഞ്ഞ വചനത്തോട് ചേർന്ന ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുതെന്ന വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇത് കേട്ടാലും പിശാച് പിന്നെയും കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവന്നിട്ട്, പാസ്റ്റർ അങ്ങനെയൊക്കെ പ്രസംഗിച്ചു, ബൈബിളിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ, അല്ലേ? നമ്മൾ വീണ്ടും ഇതിനെ കെട്ടി ഇങ്ങനെ ഭാരപ്പെട്ട് ഇങ്ങനെ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനസ്സ് കലങ്ങി, അല്ലേ?
നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ശാരീരിക രോഗികളായി, മാനസികമായി സ്വസ്ഥതയില്ലാതെ, പ്രാർത്ഥിക്കാൻ വേണ്ടതുപോലെ കഴിയാതെ, കർത്തൃപാദപീഠത്തിൽ വേണ്ടതുപോലെ ഇരിപ്പാൻ കഴിയാതെ നമ്മളിങ്ങനെ ഭാരപ്പെട്ട് ഓടി നടക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ ദൂത് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മുഴുവൻ ദൈവം ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തോട് അടുത്തിരിക്കുക, ദൈവത്തോട് ചേർന്ന് നിങ്ങൾ നടക്കുക. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിക്കുക. ഹല്ലേലൂയ. ആദമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഹവ്വയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ കുടുംബത്തിന് വേണ്ടിയുള്ളത് മുഴുവൻ 5 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമി സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഒരു മനോഹരമായ തോട്ടത്തിലേക്ക് ആദാമിനെ ദൈവം കൊണ്ടുപോയി ആക്കുകയായിരുന്നു. അപ്പോൾ ആ വചനഭാഗം പഠിക്കുമ്പോൾ തോട്ടത്തിന് വെളിയിൽ വെച്ച് ആദാമിനെ ദൈവം സൃഷ്ടിച്ച് ആദാമിനെ ഏറ്റവും മനോഹരമായ ആ ഏദൻ തോട്ടത്തിലേക്ക് ദൈവം ആദാമിനെ കൊണ്ടുപോയി ആക്കുകയായിരുന്നു. ആ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ, ആ തോട്ടത്തിൽ പാർക്കുന്നതിനിടയിൽ ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ച് സാത്താന്റെ വാക്കുകൾ കേട്ട് പോയത് കൊണ്ടാണ് ദൈവം ആ തോട്ടത്തിൽ നിന്നാണ് ആദാമിനെ പുറത്താക്കിയത്. എവിടേക്ക്? ഭൂമിയിലേക്ക്. തോട്ടം അവിടെ സുരക്ഷിതമാണ്. ഞാൻ ഇന്ന് രാത്രി സന്ദേശം ഇവിടെ പറയുമ്പോൾ ഞാനും നിങ്ങൾ എവിടെയാണെന്നറിയോ? തോട്ടത്തിനകത്താണെന്ന് ഓർത്തോണം. സ്തോത്രം. നമ്മൾ തോട്ടത്തിന് വെളിയിലല്ല. തോട്ടത്തിന് വെളിയിലാണ് ആര്? ജാതികൾ. രക്ഷിക്കപ്പെടാത്ത ജനം മുഴുവൻ തോട്ടത്തിന് വെളിയില. ഞാനും നിങ്ങൾ എവിടെയാണെന്നറിയോ? ദൈവസഭയാകുന്ന തോട്ടത്തിനകത്താ. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ദൈവസഭയോടാണ് കർത്താവ് പറഞ്ഞത്. ദൈവസഭയം തോട്ടത്തിനകത്തുള്ളവരോടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. കാരണം ദൈവസഭയാം തോട്ടത്തിന്റെ ഉടമസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നവനാണ്. ശമനധരാജനായ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീണ്ടെടുത്ത കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി ചങ്കിലെ ചോര മുഴുവൻ ഊറ്റി തന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നവനാണെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഓ ഹല്ലേലൂയ. ഞാനും നിങ്ങളും പുറത്തായിരുന്നു, ഈ തോട്ടത്തിനകത്തായിരുന്നില്ലെന്നാ. നമ്മൾ പുറംപറമ്പിൽ, വെളിമ്പറമ്പിൽ കിടന്നവരാണ്. കാട്ടൊലിവായിരുന്നു, കാട്ടുമരമായിരുന്നു, അല്ലേ? നമ്മെ ചേർത്തൊട്ടിച്ചു. എവിടെ? ഒട്ടിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയോ? നാട്ടൊലിവിനോട്. സകലത്തെയും നന്നായി ചെയ്തു തരാൻ കഴിവുള്ളവനോട് നമ്മെ ചേർത്തൊട്ടിച്ചിരിക്കുക. ഈ വലിയ വിശ്വാസം, ഈ വലിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ഞാൻ തോട്ടത്തിനകത്തേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നു. ഈ തോട്ടത്തിനകത്ത് എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ വന്ന പത്രോസിന് തിരിച്ചറിയാൻ കഴിഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ആ തോട്ടക്കാരന്റെ മേലിട്ടുകൊള്ളുവീൻ. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയാ, നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ പിറുപിറുക്കേണ്ടതില്ല, നിങ്ങൾ സംശയിക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവിൽ പത്രോസ് തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. തക്ക സമയത്ത് വിശ്വസിക്കാൻ നിങ്ങൾ ഇന്ന് രാത്രി തയ്യാറാകുമെങ്കിൽ നാളെ നേരം പുലരുമ്പോൾ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ
കണ്ണുകൊണ്ട് കണ്ടിരിക്കും. നിങ്ങളിൽ ഒത്തിരി ഉള്ളുകൊണ്ട് വേദനിച്ച് നാളുകളായി നീറിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അടുത്ത പ്രഭാതം പുലരുമ്പോൾ ചില മറുപടി നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് തന്നിരിക്കും. ഈ സന്ദേശം ആ വിധത്തിൽ ചിലരോടുള്ള പ്രവചന ദൂതായി ദൈവം അവിടപെടുകയാണ്. ശമന ദുരാജന അർദ്ധവൽക്കമന ഹതന പ്രവൽക്കനരഗതനായ ആമേൻ. നിങ്ങൾ തോട്ടത്തിനകത്താണ്, തോട്ടത്തിന് പുറത്താക്കിയിട്ടാണ് ആദാമിനോട് പറഞ്ഞത്, ആമേൻ, നിന്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് നീ ആഹാരം കഴിക്കും. തോട്ടത്തിന് പുറത്ത് വേദനയും ദുഃഖവും നിരാശയും ആകുലതയും ആവലാതിയും ഒക്കെയുണ്ട്. പക്ഷെ തോട്ടത്തിനകത്ത് നിനക്ക് വേണ്ടതെല്ലാം അവൻ കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകം 21 നമ്മൾ വായിച്ചപ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു സഹോദരി ഒത്തിരി അങ്ങ് നിരാശയിലും വ്യഥയിലും ദുഃഖത്തിലും ആ സഹോദരി, നമുക്കതിന്റെ ചരിത്രം അറിയാം. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. ഒരു മുറി അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ഇറക്കി വിട്ടതാ. എത്ര വലിയവരാണെങ്കിലും തരുന്നതിനൊക്കെ പരിധിയുണ്ട് കേട്ടോ. അബ്രഹാം ആ ദേശത്തെ ഒരു പ്രമാണിയാണ്. വലിയ കോടിക്കണക്കിന് സ്വത്തിന്റെ ആസ്തിയുള്ള മനുഷ്യനാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാമിന്റെ വീട്ടിൽ 318 കായികാഭ്യാസികൾ ഉണ്ടായിരുന്നു. 318 കായികാഭ്യാസികൾ. നമ്മുടെ വീട്ടിൽ ഒരു വേലക്കാര് പോലും ഇല്ല. മിക്ക വീടുകളിലും നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. 318 കായികാഭ്യാസികളുള്ള ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീടും ആ പരിസരവും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. സഹോദരപുത്രൻ ലോത്തിനെ ശത്രുക്കൾ പിടിച്ചോണ്ട് പോയപ്പോ അബ്രഹാം പുറകെ പോയത് ഒറ്റയ്ക്കല്ല, ഈ 318 അഭ്യാസികളുമായിട്ടാ പോയത്. ഈസി ആയിട്ട് തിരിച്ചു പിടിച്ചോണ്ട് വന്നു. ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. തൊഴുത്തുകളും ആ തൊഴുത്തുകൾ നിറയെ പശുക്കളും ആമേൻ അതിന്റെ കിടാക്കളും ആടുമാടുകളും, മഹാസമ്പന്നനായിരുന്നു. പക്ഷെ കൊടുത്തു വിട്ടത് ഒരു മുറി അപ്പവും ഒരു തുരുത്തി വെള്ളവും. ആമേൻ. അതുമായിട്ട് എങ്ങോട്ടാ വിട്ടത്? മരുഭൂമിയിലേക്ക്. അപ്പോൾ ഞാനൊരു ആത്മീയ ദൂത് പറയാം. മനുഷ്യൻ എത്ര വലിയ സമ്പന്നനാണെങ്കിലും തരുന്നതിനൊക്കെ ലിമിറ്റുണ്ട്, പരിധികളുണ്ട്. പക്ഷേ ദൈവം ആ മരുഭൂമിയിൽ തുറന്ന ഉറവയുണ്ടല്ലോ, 1 ലിറ്റർ വെള്ളം കൊണ്ട് അവസാനിച്ചില്ല, 10 ലിറ്റർ കൊണ്ട് അവസാനിച്ചില്ല. ദൈവം തുറന്നിട്ടിരുന്ന ഉറവ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ മാത്രമല്ല, അവളുടെയും ഇന്ന് വരെ വറ്റാത്തൊരു ഉറവയാ ദൈവം അവിടെ തുറന്നിട്ടിരിക്കുന്നു. ആമേൻ. അവിടെ അത്ഭുതം എന്ന് പറയുന്നത് ആ സഹോദരിയുടെ കണ്ണ് കർത്താവ് അങ്ങ് തുറന്നു എന്നുള്ളതാണ്. എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ ഉറവ, ആ നന്മയുടെ ഉറവ. ഞാൻ ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ നിങ്ങളുടെ തലമുറകളായിരിക്കുന്ന ഇടത്ത് അവർക്ക് വേണ്ടി ദൈവം ഒരു അനുഗ്രഹത്തിന്റെ ഉറവ തുറന്നിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കുഞ്ഞിനെ അത് കാണാൻ, എന്റെ കർത്താവ് എന്റെ കുഞ്ഞിന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഹല്ലേലൂയ. ഒരത്ഭുതം കർത്താവ് ചെയ്തിരിക്കും. സ്തോത്രം. ഈ ഹാഗാറ്
മരുഭൂമിയിലാണല്ലോ. ബാലന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ബാലന്റെ നിലവിളി. ഹാഗാറ് കരയാതിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഹാഗാർ കരയുന്നുണ്ട്. കാരണം ഒരു അൻപിൻപാട് ദൂരത്ത് കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ കഴിയത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞ് പിടഞ്ഞ് ആ മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആ കുഞ്ഞ് പിടഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു കൊണ്ട് ഒരു പക്ഷെ മാറത്തടിച്ച് അവൾ കരയുന്നുണ്ട്. അവൾ എങ്ങനെ കരയുമ്പോൾ തന്നെ ഒരാത്മീയ ദൂത് ഞാൻ എടുത്തു പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവൾ കരയുമ്പോൾ അവളുടെ ഉള്ളിൽ സാറായോടുള്ള പക വെച്ചോണ്ട് അവൾ കരയുന്നു. കാരണം അവള് മുഖാന്തരമാണ് ഞാൻ ഈ കഷ്ടതയിലേക്ക് പോകാൻ കാരണം. അവൾ എന്നെ പുറത്താക്കിയതാണ്. അപ്പം ഹാഗാറ് കരയുമ്പോൾ സാറയോടുള്ള കയ്പ് വെച്ചോണ്ടാ കരയുന്നത്. എന്നാലും ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന ഉള്ളിൽ ആ വെറുപ്പ് വെച്ചുകൊണ്ടാണ് ഹാഗാർ കരയുന്നത്. അബ്രഹാം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, സാറ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോ ഈ ഉള്ളിൽ ഇതൊരു ദൂതാണ്. എന്റെയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തിയോട്, അതാരുമാകട്ടെ, കുടുംബത്തിലുള്ളവരാകട്ടെ, ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, കൂട്ടുവിശ്വാസികളാകട്ടെ, ദൈവദാസനാകട്ടെ, കൂട്ടുവിശ്വാസികളാകട്ടെ, ആരും ആ വ്യക്തിയോട്, ആ കുടുംബത്തോടുള്ള കയ്പ് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, കരഞ്ഞാൽ, ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ദൈവത്തിൽ നിന്ന് ലഭിക്കില്ല. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ബാലന്റെ നിലവിളി ദൈവസ്ഥലത്തിലെത്തി. അതെന്താ കാരണം? അമ്മയുടെ നിലവിളി കേൾക്കാതെ ബാലന്റെ നിലവിളി ദൈവം കേട്ടു എന്ന തിരുവെഴുത്തിൽ വായിക്കുന്നു. ഈ ബാലകൻ, അതിന് അബ്രഹാമിനോട് പകയില്ല, സാറയോട് പകയില്ല, മറ്റാരോടും പകയില്ല. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലാണ് ആ കുഞ്ഞ് നിലവിളിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തോട് ചോദിക്കുക അല്ലെങ്കിൽ പരസ്പരം പറയുകയും ചെയ്തിരിക്കുന്നത്, ഞാൻ ഇത്രയും കരഞ്ഞു, ഞാൻ ഇത്രയും ഉപവസിച്ചു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു, ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ എടുത്തു ചോദിക്കുക, ആരോടെങ്കിലും ഉള്ളിൽ പക വെച്ചുകൊണ്ടാണോ കരയുന്നത്? എന്നോട് അവരിങ്ങനെ ചെയ്തല്ലോ, എന്നോട് അവരിങ്ങനെ പറഞ്ഞല്ലോ, എന്നോട് അവരിങ്ങനെ പെരുമാറിയല്ലോ, ആ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടാണോ നമ്മൾ കരയുന്നത്? ആ കണ്ണുനീര് ദൈവത്തിന്റെ സന്നിധിയിൽ വിലപ്പോകത്തില്ല, അതിന് മറുപടി ലഭിക്കത്തില്ല. എന്നാൽ ഹൃദയശുദ്ധിയോടെ, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ബാലകൻ, ആ കുഞ്ഞ് ആരോടും കയ്പില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും പിണക്കമില്ലാതെ ആ കുഞ്ഞ് നിലവിളിച്ച് ആ മരുഭൂമിയിൽ കിടന്ന് കരയുമ്പോൾ കർത്താവ് ആ കുഞ്ഞിന്റെ നിലവിളിക്ക് മറുപടിയായി അമ്മയുടെ കണ്ണ് തുറക്കുകയാണ്. രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളോട് ദൈവവചനത്തിന്റെ ആലോചന പ്രസ്താവിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള കയ്പ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, പക നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നീരസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ ഒരു വലിയ തടസ്സമായിരിക്കും. എന്നാൽ ആ കയ്പിനെ നീക്കി, ആ വ്യക്തിയുമായിട്ടുള്ള ആ ഉള്ളിലെ എല്ലാ വിദ്വേഷവും നീക്കി, പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം എന്തിനോട് ചേർന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വചന വെളിപ്പാടായിട്ട് നൽകി തരുന്നത്, പത്രോസിന്റെ ലേഖനം 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം വാക്യത്തിൽ, സ്തോത്രം, നാം വായിക്കുന്നത് എങ്ങനെയാണ്?
2:3. ആ അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ വാണിപ്പമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അതല്ല ഞാൻ ആ ഉദ്ദേശിച്ച വാക്യം സ്തോത്രം രക്തത്താൽ ചെയ്യും 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളൊന്ന് വായിക്കാമോ? തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. മതി. ഈ വാക്യങ്ങൾ ഒത്തിരി ഈ വാക്യത്തോടുള്ള ബന്ധത്തിന് എൻ്റെ ഉള്ളിൽ ഒരു ഉൾപ്രേരണ പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ടാണ് ആ വാക്യത്തിലേക്ക് പോയത്. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും, 2 സഹതാപവും, 3 സഹോദരപ്രീതിയും, 4 മനസ്സലിവും, 5 വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. 9-ാം വാക്യം ദോഷത്തിന് ദോഷവും. നമ്മുടെ ജഡത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു വികാരമാണ്. എന്നോട് ദോഷം ചെയ്തവരോട് ഞാൻ എന്ത് ചെയ്യും? ദോഷം ചെയ്യും. ഇവിടെ ലേഖനത്തിൽ പത്രോസ് ഓർമ്മിപ്പിക്കുകയാണ് 9-ാം വാക്യത്തിൽ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ആമേൻ. പകരം ചെയ്യാതെ. പകരം ചെയ്യണം, പകരം തിരിച്ച് പ്രതികരിക്കണം എന്നൊക്കെ നമ്മുടെ ജഡത്തിൽ ഇങ്ങനെ സാത്താൻ ചിന്തകൾ കൊണ്ടുവരും. എന്നാൽ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുന്നു, നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് പകരം ചെയ്യാനല്ല. പിന്നെ എന്തിനു വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു? നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രിയരെ, ഇത് കർത്താവിന്റെ വചനത്തിന്റെ വ്യക്തമായ ഒരു ഉപദേശമാണ്. നമ്മെ ദൈവം വിളിച്ചത് എന്തിന്? ആ ബോധ്യം നമുക്കുണ്ടാകണം. ശപിക്കപ്പെട്ട് കിടക്കാനല്ല, രോഗിയായിട്ട് കിടക്കാനല്ല, എന്നും ദാരിദ്ര്യത്തിൽ കിടക്കാനല്ല, എന്നും മറ്റുള്ളവരുടെ വായ്പ മേടിച്ച് ജീവിക്കാനല്ല. നോ, അതിനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. കർത്താവ് നമ്മെ വിളിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ദൈവിക പർപ്പസ്, ദൈവിക പദ്ധതി, അതാണ് 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. എന്താണ്? അനുഗ്രഹം. പ്രൈസ് ഗോഡ്. നിങ്ങളും ഞാനും അനുഗ്രഹം അനുഭവിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ബോധ്യമുള്ളവരൊന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചതിന്റെ തിരുവുള്ളത്തിലെ കർത്താവിന്റെ പദ്ധതി, ഞാനും നിങ്ങളും അനുഗ്രഹം അനുഭവിക്കണം. 2 വിധത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രധാനമായി തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമത്തത് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ദൈവമക്കൾക്ക്, പുതിയ നിയമ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ് എഫേസ്യ ലേഖനം, സ്തോത്രം, 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹവും ആർക്കുള്ളതാ? എനിക്ക് നിങ്ങൾക്കുമുള്ളതാ. ഇത് നമ്മൾ അനുഭവിക്കണം. ഇത് നമ്മുടെ അവകാശമാണ്. ഇത് സ്വർഗത്തിൽ ചെന്നിട്ട് അനുഭവിക്കാനുള്ളതല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ളതാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ ചെന്നിട്ടുള്ളതല്ല, ഭൂമിയിലായിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ളതാണ്. ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ ആ അനുഗ്രഹത്തെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവർ. 2 ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. പുതിയ നിയമത്തിലെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ.
അപ്പൊ നമ്മൾ ഈ രണ്ട് വാക്യങ്ങളൊന്ന് ചേർത്ത്, ഞാനും നിങ്ങളും ആത്മീക അനുഗ്രഹം അത് നാം പ്രാപിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. രണ്ട്, അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 16, 15, 16, 17 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതുവരെ കൊടുക്കാത്ത ഒരു അനുഗ്രഹം ദൈവം അബ്രഹാമിന് കൊടുക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ അബ്രഹാമിനോട് ദൈവം പറയണം, നീ ഈ കാര്യം ചെയ്തു, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട് ഞാൻ ഇതുവരെ നിന്റെ പൂർവികന്മാർക്കാർക്കും കൊടുക്കാത്ത, അബ്രഹാമേ, നിന്റെ പൂർവികന്മാർക്കാർക്കും കൊടുക്കാത്ത ഒരു അനുഗ്രഹം ഞാൻ നിന്റെ മേൽ കൈമാറുകയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാണ്? ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. പത്രോസ് തന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിച്ചത് എന്താ? അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാന്നാണ്. അനുഗ്രഹത്തെ കുറിച്ച് കേൾക്കാനല്ല, അനുഗ്രഹത്തെ കുറിച്ച് പറയാനല്ല, അനുഗ്രഹം അനുഭവിക്കണം. ആമേൻ. കർത്താവിനെ പിൻപറ്റുന്ന, കർത്താവിന്റെ ചുവടുകളെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മോട് പറയുന്നു, ദൈവം നമ്മെ വിളിച്ചത് ശപിക്കപ്പെട്ട് കിടക്കാനല്ല, രോഗിയായിട്ടൊന്നും കിടക്കാനല്ല, മറ്റുള്ളവരുടെ വായ്പ മേടിച്ചൊന്നും ജീവിക്കാനല്ല. ആമേൻ. നാം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നതിനായിട്ട് കിടക്കാനല്ല, നീ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാനല്ല. ദൈവം നമ്മെ വിളിച്ചത്, ഓ ഹല്ലേലൂയ, നാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. അനുഗ്രഹം അനുഭവിക്കണം. ആമേൻ. രണ്ടുവിധ അനുഗ്രഹം. ഒന്ന്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമാണ്. സ്വർഗത്തിൽ ചെന്നിട്ട് എന്തോ അനുഗ്രഹം അനുഭവിക്കാനാ? അവിടെ അനുഗ്രഹമല്ലേ ഉള്ളൂ. ഹല്ലേലൂയ. അവിടെ ശാപമില്ലല്ലോ, അവിടെ രോഗമില്ലല്ലോ, അവിടെ ദാരിദ്ര്യം ഇല്ലല്ലോ. അവിടെ പിന്നെ അനുഗ്രഹം അനുഭവിക്കേണ്ടതെന്നില്ല. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിടത്തോട്ടാ പോകുന്നത്. പക്ഷെ നാം അനുഭവിക്കേണ്ടത് ഈ ഭൂമിയിലായിരിക്കുമ്പോഴാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ആത്മീക അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കണം. ഈ ഭൗതിക അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഭവിക്കണം. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷെ അതിനൊരു വ്യവസ്ഥയുണ്ട്. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ എന്താ? അത് നമ്മൾ വായിച്ചതായ 8-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ. നാം എന്ത് ചെയ്യണം? തീർച്ചയായും എല്ലാവരും ഒന്ന് ഐക്യമത്യം ഉണ്ടാകണം. വീടിനകത്ത് ഐക്യത. ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് എന്തോ വേണം? ഐക്യത വേണം. നമ്മൾ ഐക്യതയോടെ നിന്നാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആർക്കറിയാം? പിശാചിനറിയാം, അല്ലേ? സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഭാര്യയും ഭർത്താവും മക്കളും ആമേൻ ഒന്നിച്ച് സമാധാനത്തോടെ ദൈവത്തെ സേവിച്ച് പ്രാർത്ഥിച്ചും ആരാധിച്ചും മുമ്പോട്ട് പോയി ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് ചെകുത്താൻ അറിയാവുന്ന. അതുകൊണ്ട് എന്തോ ചെയ്യും? കുടുംബത്തെ അങ്ങോട്ട് കുട്ടിച്ചോറാക്കും, തമ്മിൽ അങ്ങ് കലക്കും, ഐക്യത തകർത്തുകളയും. നോക്കി, തീർച്ചയായും എല്ലാവരും ഐക്യമത്യം, അല്ലേ? ഒരു പഴയ ആളുകൾ പറയാറുള്ള ഐക്യമത്യം മഹാബലമെന്ന്, അല്ലെ? ഐക്യതയുള്ള സഭ വളരും, ഐക്യതയുള്ള കുടുംബങ്ങൾ വളരും. ആമേൻ. ഭാര്യയും ഭർത്താവും ഐക്യതയോടുകൂടെ ജീവിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു സംശയവും വേണ്ട. ഇവിടെ 1-ാമത്തെ 8-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം, തീർച്ചയായും എല്ലാവരും ഐക്യമത്യവും. 2, സഹതാപം. പരസ്പരം എന്തോ ഉണ്ടാകണം? ഭർത്താവിനോട് സഹതാപം ഉണ്ടാകണം, ഭാര്യയോട് സഹതാപം ഉണ്ടാകണം, മക്കളോട് സഹതാപം ഉണ്ടാകണം, മരുമക്കളോട് സഹതാപം ഉണ്ടാകണം. സഹതാപവും സഹോദര പ്രീതി. ആമേൻ. പരസ്പരം സഹോദരങ്ങളാണ്, എന്റെ കൂട്ടു സഹോദരിയാണ്, സഹോദരനാണ്. ആ സഹോദര പ്രീതി. ആമേൻ. പിന്നെ മനസ്സലിവ്, വിനയബുദ്ധിയുള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷം
പകരം ചെയ്യരുത്. സ്തോത്രം. സാത്താന്റെ ഏറ്റവും വലിയ പദ്ധതി നമ്മൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കാൻ, ദോഷത്തിന് പകരം ദോഷം ചെയ്യാനുള്ള വലിയ പ്രേരണ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ടങ്ങനെ ദോഷം പ്രവർത്തിപ്പിക്കുകയും കൂടെ ചെയ്യും. അവനറിയാം, നാം ദോഷം ചെയ്യാതിരുന്നാൽ, നാം ഐക്യതയോടെ നിന്നാൽ, നാം സഹോദരപ്രീതിയോടെ നിന്നാൽ, നാം സഹതാപത്തോടെ നിന്നാൽ, നാം സ്നേഹത്തോടെ നിന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകും. ഇതറിയാവുന്ന ദുഷ്ട സാത്താൻ പകരം ചെയ്യാനുള്ള പ്രേരണ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവരും. വെളിപ്പാടുള്ള ദൈവമക്കളെ, തിരുവചനത്തെ തിരിച്ചറിയട്ടെ. ഞാനും നിങ്ങളും പകരം ചെയ്യാനുള്ളവരല്ല. പകരം ചെയ്യുന്നൊരു ദൈവമുണ്ട്. നമ്മൾ പകരം ചെയ്താലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ദൈവവൈതലേ, നീ ആ വ്യക്തിയെ അനുഗ്രഹിക്കുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി സന്ദേശം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ദൈവാത്മാവ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും അധികം ദോഷം ചെയ്ത വ്യക്തി ആരാ? ആ വ്യക്തിയെ നിങ്ങൾ ഇന്ന് രാത്രി ഉള്ളു തുറന്നൊന്ന് അനുഗ്രഹിച്ചേ. ശപിക്കുകയല്ല, ആ വ്യക്തിയെ അങ്ങ് അനുഗ്രഹിക്കേ. ആരുമാകട്ടെ, നിങ്ങളുടെ കുടുംബക്കാരാകാം, നിങ്ങളുടെ അയൽവാസികളാകാം, മറ്റാരുമാകട്ടെ, ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ആ വ്യക്തിയെ ഉള്ളു തുറന്നങ്ങ് അനുഗ്രഹിക്കുന്നു. എന്താ സംഭവിക്കുന്നറിയാമോ? ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അനുഗ്രഹിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതൊരു മർമ്മമാണ്. പുതിയ നിയമത്തിന്റെ ഒരു മർമ്മമാണിത്. സ്തോത്രം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആമേൻ. ദോഷത്തിന് ദോഷം, ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. സ്തോത്രം. നാം മറ്റുള്ളവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ആമേൻ. പരസ്പരം അനുഗ്രഹിക്കണം. ഭർത്താവിനെ ഭാര്യ, എന്റെ ചായനെ ദൈവം അനുഗ്രഹിക്കണേ. എന്താണ് നിങ്ങള് എന്താ വിളിക്കുന്ന ആ പേര് പറഞ്ഞിട്ട്? എന്റെ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണമേ, എന്റെ ഭാര്യ, എന്റെ പ്രിയപ്പെട്ടവളെ അനുഗ്രഹിക്കണമേ, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ അവൻ എന്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. ഇതൊരു ആത്മീക മർമ്മമാണ്. സ്തോത്രം. നിങ്ങളെ ഉപദ്രവിച്ചവരെ കർത്താവ് പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കും. ആമേൻ. നിങ്ങളോട് ഏറ്റവും അധികം പകയായിട്ടിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. ഇപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ദൈവിക ഹൃദയത്തിന്റെ പദ്ധതിയാണ് നാം ദൈവത്തിന്റെ അനുഗ്രഹം എന്ത് ചെയ്യണം? അനുഭവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും അറിവില്ലായ്മയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പൗലോസിന്റെ ജീവിതം മുഴുവൻ ദാരിദ്ര്യമായിരുന്നു, പട്ടിണിയായിരുന്നു. താന് ഒന്നുമില്ലാത്തവനായിട്ട് ഈ ലോകത്തിൽ നിന്ന് അവസാനം ഓട്ടം തികച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് പോവുകയായിരുന്നു. പക്ഷെ ഞാന് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചപ്പോഴാണ് എന്റെ ഉൾക്കണ്ണ് ഒന്നും കൂടെ തുറന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഭാഗം? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഒന്ന് എടുത്ത് വായിച്ചു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായ ദൈവത്തിന് പ്രസാദം സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. മതി മതി. നിങ്ങളെ 18-ാം വാക്യം, ഫിലിപ്പർ 4:18. എന്താ വാക്യം? ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ? ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന അല്പാൽപ്പം ഉണ്ട്, ഇച്ചിരി ഉണ്ടെന്നാണോ എഴുതിയിരിക്കുന്നത്? ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. അടുത്ത വാക്ക് താൻ ഉറപ്പിച്ചു പറയുകയാണ്, സമൃദ്ധിയായിരിക്കുന്നു.
ഹലോ, ഇന്ന് രാത്രി സന്ദേശം നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിച്ച ദൈവദാസന്റെ അവസാനത്തെ വാക്കുകളിൽ ചിലതാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ അവരുടെ ഇടുക്കത്തിന്റെയും ഞെരുക്കത്തിന്റെയും ഇല്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും നടുവിൽ പൗലോസ് എന്ന ദൈവദാസനെ പലപ്പോഴും ശുശ്രൂഷയിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുള്ള ഒരു സഭയാണ് ഫിലിപ്പിയ സഭ, ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ. അത് പൗലോസ് മറന്നു കളഞ്ഞില്ല. പൗലോസ് അതിനു വേണ്ടി അവരെ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് 19-ാമത്തെ വാക്യമാ. എന്റെ ദൈവമോ, 19-ാമത്തെ വാക്യം എങ്ങനെയല്ലേ? എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്ന് പറഞ്ഞാൽ ആ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്റെ ദൈവം എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, എന്റെ ഇന്നലകളിലുള്ള ഇടുക്കങ്ങളെയും ഞെരുക്കങ്ങളെയും ബുദ്ധിമുട്ടുകളെയും തീർത്ത് എനിക്ക് ഈ സമൃദ്ധി തന്ന എന്റെ ദൈവം ഫിലിപ്പിയരെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്ത് തരും. എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതാ 19-ാമത്തെ വാക്യം. ഹല്ലേലൂയ. എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ ദൈവം, എന്റെ ഇല്ലായ്മയിൽ നിന്നും എനിക്ക് സമൃദ്ധിയേറിയ അനുഗ്രഹങ്ങളെ തന്ന ദൈവം. 4-ാം അധ്യായം പ്രാരംഭവാക്യം മുതൽ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ പല പ്രാവശ്യം പൗലോസിന് കൂട്ടായ്മ ചെയ്തിട്ടുണ്ട്. പൗലോസിന്റെ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞ് കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഞാനൊരു ആത്മീക മർമ്മം കൂടെ, എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പറയാൻ പറ്റിയ വാക്കാണോ എന്ന് എനിക്കറിയില്ല. ഭൗതികമായ ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഭൗതികമായി നാം കൊടുത്തെങ്കിൽ മാത്രമേ ഭൗതിക അനുഗ്രഹം നമ്മുടെ മേൽ വരികയുള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ടും എൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഞങ്ങളെ പഠിപ്പിച്ച ഒരു ആത്മിക മർമ്മമാണ്. ഭൗതികമായ അനുഗ്രഹം ഒരുവന്റെ മേൽ വരണമെങ്കിൽ ഭൗതികമായി നാം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മേൽ നാം അറിയാത്ത വഴികൾ ദൈവം തുറന്നു കൊണ്ടുവരും. അനുഭവിച്ചിട്ടുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയരെ, പലപ്പോഴും നമുക്ക് 1000 കിട്ടുമ്പോൾ 100 രൂപ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. 1000 കിട്ടുമ്പോൾ 100 രൂപ കൊടുക്കാൻ. 10,000 കിട്ടുമ്പോൾ 1000 രൂപ മാറ്റി വെക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അതൊരു 50,000 കിട്ടുമ്പോൾ അതിനകത്തുനിന്നൊരു 5,000 മാറ്റി വെക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതൊരു 1,00,000 രൂപ വരുമ്പോ 10,000 കണ്ണങ്ങ് തള്ളാൻ തുടങ്ങും, ഇല്ലേ? 10,000 രൂപ. എന്റെ പ്രിയരെ, ഈ ഒന്ന് തന്നത് ദൈവമല്ലേ? അതിനുള്ള ആരോഗ്യം തന്ന ദൈവമല്ലേ? അതിനുള്ള നന്മ തന്ന ദൈവമല്ലേ? മറക്കരുത്, നിങ്ങൾക്ക് ദൈവം തന്ന നന്മയിൽ നിന്നും കുറഞ്ഞത് ദശാംശമെങ്കിലും. ഇതൊന്നും ഓൺലൈൻ മീറ്റിംഗ് പ്രസംഗിക്കാൻ സാധാരണ പാസ്റ്റർമാർ പ്രസംഗിക്കുകയല്ല. പക്ഷെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ ഫിലിപ്പ് ലേഖനത്തിലെ വാക്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ അങ്ങനെ കയറി വന്നതാ. സ്തോത്രം. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങൾ അത് അനുഭവസ്ഥരാണ്. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മുടെ അതിരുകളെ വിശാലമാക്കും. ഓ ഹല്ലേലൂയ. മറക്കരുത്, തലമുറകളെ ഇത് പഠിപ്പിക്കണം. അവരാരുമാകട്ടെ, ഡോക്ടർ ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, സയന്റിസ്റ്റ് ആകട്ടെ, നേഴ്സ് ആകട്ടെ, ഏത് രാജ്യത്ത് പോയാലും ആമേൻ, അവരോട് പറയണം, കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങൾക്ക് തന്ന നന്മയുടെ കൃത്യ ദശാംശം, അതിനേക്കാൾ 1 രൂപയും കൂടെ അധികം. 10 രൂപ കൊടുക്കണമെങ്കിൽ 11 രൂപ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. ഞാൻ എൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു. 3 പേരും ആമേൻ ജോലിയോടുള്ള ബന്ധത്തിലും പഠനത്തോടുള്ള ബന്ധത്തിലും ഒക്കെയാണ്. ഞാൻ എൻ്റെ മക്കളെ അവരെ കൃത്യമായി ഇക്കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം അവരെവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. ഏത് ദേശത്ത് ചെന്നാലും അവർ അനുഗ്രഹിക്കപ്പെടും. കാരണം ഞാൻ അവർക്ക് ഈ ഉപദേശം നന്നായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ആമേൻ. കർത്താവ് പറഞ്ഞില്ലേ, ആകാശത്തിന്റെ കിളിവാതിൽ ഞാൻ തുറക്കുമെന്ന്.
ഓഷ്ക്ക് പറയാത്ത ദൈവം, ആമേൻ, സത്യം പറയുന്ന എന്റെ ദൈവം ആകാശത്തിന്റെ കിളിമാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുക. ആകാശത്തിന്റെ കിളിമാതിൽ തുറക്കും. നിങ്ങളുടെ തലമുറകളായിരിക്കുന്നിടത്ത്, നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് റംഥ റമാന ഗംധര റബദല വൈഡവ റൂഷ മന സംധര റബദല വൈഡ പ്രബൽക്കനരഗതന, ആകാശത്തിന്റെ കിളിമാതിൽ ഞാൻ തുറക്കും. നിങ്ങൾക്കറിയാമോ, ഇസ്രായേൽ ജനത്തിന് മന്ന കൊടുത്തത് ഇവിടുന്ന് ആകാശത്തുനിന്ന് ദൈവം പൊഴിച്ചു കൊടുക്കുകയായിരുന്നു. പൊഴിച്ചു കൊടുക്കുക. എത്ര വർഷം അറിയാം? 40 വർഷം. എന്താ കാരണം അറിയോ? അബ്രഹാം വീട്ടിൽ വന്ന 3 പേർക്ക് ഓരോ ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കി സാറാമ്മ ഒരുക്കി കൊടുത്തില്ലേ? തൊഴുത്തിൽ നിന്ന് ആ വലിയ കാളക്കിടാവിനെ പിടിച്ച് അതിനെ പാകം ചെയ്ത് കൊടുത്തില്ലേ? 3 പേർക്ക്. 3 പേർക്ക് ഒരു കാളെ, 3 പേർക്ക് ഓരോ പറ വീതം, അല്ലെ? ഓരോ ഇടങ്ങഴി. ഞാനത് കൃത്യമായി കണക്കോർക്കുന്നില്ല. ഓരോ ഇടങ്ങഴിയാണോ ഓരോ പറയാണോ? ഓക്കെ. ദൈവന പറഞ്ഞ ആകാശത്തിന്റെ കിളിവാതിൽ ഞാൻ തുറക്കുന്നു. തുറന്നോ? മരുഭൂമിയിൽ ഈ അബ്രഹാമിന്റെ കൊച്ചുമക്കൾ നടക്കുക മരുഭൂമിയിലൂടെ. മരുഭൂമി തന്നെ അവര് കപ്പ കുഴിച്ചിട്ടിട്ടുണ്ടോ? ഇല്ല. നെല്ല് വിതച്ചിട്ടുണ്ടോ? ഇല്ല. ഗോതമ്പ് വിതച്ചിട്ടുണ്ടോ? ഇല്ല. യവ ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ? മന്ന. എവിടുന്ന്? ആകാശത്തുനിന്ന്. എന്താ? കിളിവാതിലങ്ങ് തുറന്നു. ഇതിനകത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ആമൻ ഈ വിധത്തിൽ അബ്രഹാം സകലത്തിലും 10 ദശാംശം കൊടുത്തു എന്ന് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അബ്രഹാം കൊടുത്തപ്പോൾ അബ്രഹാമിന്റെ തലമുറകൾ 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 വരികയാണ്. അനുഗ്രഹത്തിലേക്ക് 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 നമ്മെ വിളിച്ചത് എന്തിനാ? അനുഗ്രഹം അനുഭവിപ്പാൻ. നമ്മൾ അനുഗ്രഹം അനുഭവിക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെതാണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ. ഇത് തരാൻ വേറെ ആരെ കൊണ്ടും കഴിയത്തില്ല. ദൈവം തരാൻ വിശ്വസ്തനാണ്. മന്ന ആകാശത്ത് ദൈവം പൊഴിച്ചു കൊടുത്തുല്ലേ? കാടപ്പക്ഷി വന്നില്ലേ? എവിടെന്നാ വന്നേ? അതും പറന്നു വരികയാ. എങ്ങോട്ട്? പാളയത്തിലേക്ക്. 2 അടി ഉയരത്തിൽ ഇങ്ങനെ പറന്നു നിൽക്കുക. പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്. കാടപ്പക്ഷിയെ കൊടുത്തപ്പോ 1 2 ആണോ ദൈവം കൊടുത്തേ? 2 പിടിച്ചാൽ മതി ദൈവം പറഞ്ഞോ? മൂക്കിക്കൂടെ ചാടത്തക്ക രീതിയിൽ തിന്ന് 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 തിന്ന്. ഒരു ദിവസമല്ല കേട്ടോ, ഏകദേശം 25 ലക്ഷം 30 ലക്ഷം ജനത്തിന് ദൈവം കൊടുക്കുന്ന കാടപ്പക്ഷി. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ 2 പേര് ഗസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കിടന്ന് വേവലാതിപ്പെടുക അവർക്കൊന്ന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ, അല്ലേ? മീൻ മാർക്കറ്റിലോട്ട് ഓടുന്നു, ചിക്കൻ മാർക്കറ്റിലോട്ട് ഓടുന്നു, എന്തെല്ലാം കാര്യങ്ങളെ, പച്ചക്കറി മേടിക്കുന്നു, പാല് മേടിക്കുന്നു, തിരക്കോട് തിരക്ക. എത്രയാണെന്നറിയോ? ഏകദേശം 30 ലക്ഷം ആളുകൾ. മന്ന, കാടപ്പക്ഷി, ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന കരമയർത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾക്ക് ദൈവം തരുന്നതിന്റെ കുറഞ്ഞത് 10-1 അല്ലെങ്കിൽ അതിൽ അല്പം കൂടെ കൂടുതൽ നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ഫിലിപ്പിയരെ പൗലോസങ്ങ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും എന്റെ ബുദ്ധിമുട്ട് തീർത്ത് എന്നെ ഈ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന എന്റെ ദൈവം, എന്റെ ഇടുക്കവും ഞെരുക്കവും മാറ്റി എനിക്ക് ഉയർച്ച തന്ന ദൈവം, വേണ്ടുന്നതെല്ലാം എനിക്ക് തന്ന ദൈവം, സമൃദ്ധിയായിട്ട് എനിക്ക് തന്ന ദൈവം. പൗലോസ്ലീഹ ഫിലിപ്പിയരോട് പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും നിങ്ങൾ ചെലവിട്ടില്ലേ? നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൈ തുറന്ന് കൊടുത്തില്ലേ? ഫിലിപ്പിയരോട് പറയുക, എന്റെ ബുദ്ധിമുട്ട് തീർത്ത് എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്ത് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അസല ദൈവമക്കളെ, ഇതൊരാത്മീക മർമ്മമാണ്. നാം തിരിച്ചറിയുക, ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ അബ്രഹാമിന്റെ ഒരു തലമുറയാണിത്, അല്ലെ? ജഡീക തലമുറയാണെങ്കിലും അബ്രഹാമിന്റെ തലമുറ തന്നെയാണ് ഈ മരുഭൂമിയിൽ കിടക്കുന്ന ഈ ഹാഗാറിന്റെ മകൻ ഇസ്മായിൽ. ആമേൻ. ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം തുറന്നിട്ടു ഒരു ഉറവാണ്. അത് കാണാൻ അമ്മയുടെ കണ്ണ് ദൈവം തുറന്നു. സ്തോത്രം. അവൾ ആ ഉറവ കണ്ടപ്പോൾ അവൾ ഓടിച്ചെന്നു
തന്റെ ബാലനെ താങ്ങിപ്പിച്ചു. ദൈവം തുറന്നിട്ടിരുന്ന ഉറവയിൽ നിന്നും അവൾ കോരിയെടുത്ത് ആ ബാലകനെ കുടിപ്പിച്ചു. അവളും കുടിച്ചു, ബലം പ്രാപിച്ചു. ദൈവം ഒരുക്കി വെച്ച നന്മ കാണത്തക്ക രീതിയിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് രാത്രി വചനം ഞാൻ ശുശ്രൂഷിച്ചു വന്നപ്പോൾ ചില മേഖലകളിൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നിട്ടുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മെ വിരൽ ചൂണ്ടി നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. നാം അതിനെ തിരസ്കരിച്ച് കളയരുത്. നാം ആ വചനത്തെ ഏറ്റെടുക്കുക. ആ വചനത്തിലൂടെ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്. നാം നന്മയിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. മറ്റൊരു തിരുവചന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ്. ഒരു പ്രവാചകന്റെ കണ്ണ് ദൈവം തുറക്കുകയാണ്. സ്തോത്രം. വായിക്കാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 31-ാം വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിന്റെ കണ്ണു തുറന്നു. യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മതി. നമുക്ക് ഈ ഭാഗം സുപരിചിതമായ ഒരു ഭാഗമാണ്. ബിലെയാം എന്ന പ്രവാചകൻ ദൈവം പോകരുത് എന്ന് പറഞ്ഞിട്ടും അകത്ത് കയറിയ ദ്രവ്യാഗ്രഹം കൊണ്ട് ആമേൻ ബാലാക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ ധനത്തിനു വേണ്ടി ആ ദുർമോഹത്തോടുകൂടെ പുറപ്പെട്ട പ്രവാചകൻ ഇനി പുറപ്പെടുന്നത് എന്തിനാ? ഇസ്രായേലിനെ ശപിക്കാൻ. ദൈവം അനുഗ്രഹിച്ചവനെ ശപിച്ചാൽ ദൈവം അവനെ കൈകാര്യം ചെയ്യും കേട്ടോ. ദൈവം അനുഗ്രഹിച്ച ഒരുവനെ ശപിക്കാൻ ആരെങ്കിലും എഴുന്നേറ്റാൽ ദൈവം വെറുതെ ഇരിക്കുകയില്ല. അത് ഇനി ദൈവം നിയോഗിച്ച പ്രവാചകൻ തന്നെ പണത്തിനു വേണ്ടി ദൈവം അനുഗ്രഹിച്ചവനെ ശപിക്കാൻ വേണ്ടി പോയാൽ ദൈവം അവനെ കൈകാര്യം ചെയ്യും. അതാ നമ്മളിപ്പോൾ വായിച്ച വാക്യം. സ്തോത്രം. ഇവിടെ പ്രവാചകന്റെ കണ്ണ് ദൈവം തുറക്കുകയും. സ്തോത്രം. ആ ഭാഗങ്ങൾ ഒത്തിരി വിശദീകരിക്കാനുണ്ട്, സമയം എന്റെ മുമ്പിലില്ല. 1-2 ഭാഗങ്ങളുടെ പ്രധാനമായി വായിക്കേണ്ടതുണ്ട്. ദൈവം അരുത് എന്ന് പറഞ്ഞാൽ അതനുസരിക്കുന്നതാണ് നല്ലത്. ദൈവം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുകയും ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നതുമാണ് അനുഗ്രഹം. ദൈവം അവനോട് പറഞ്ഞു പോകരുത്. ഇത് ദൈവിക പദ്ധതിപ്പെട്ട കാര്യമല്ല, ദൈവത്തിന് ഇഷ്ടമല്ല. അബ്രഹാമിന്റെ തലമുറകളെയാണ് ശപിക്കാൻ വേണ്ടി ബാലാക്ക് ബിലെയാമിനെ വിളിച്ചിരിക്കുക, കൂലിക്ക് വിളിച്ചിരിക്കുക, പണം കൊടുത്ത് വിളിച്ചിരിക്കുക. സ്തോത്രം. ആ ദ്രവ്യാഗ്രഹം അകത്ത് കയറി ബിലെയാം ബാലാക്കിന്റെ പുറകെ പോവുകയാണ്. ദൈവം അവന് വിരോധിയായി തന്റെ ദൂതനെ അയച്ചു. ആമേൻ. തന്റെ കഴുത തന്റെ കാൽക്കീഴിൽ കിടന്നു കളഞ്ഞു, മതിലിനോട് ചേർത്ത് കാല് ഞെരിച്ചു കളഞ്ഞു. ഓക്കെ. എന്നിട്ടൊന്നും ഈ മനുഷ്യനെ തിരിച്ചറിയുന്നില്ല. വീണ്ടും മുൻപോട്ട് പോവുക. ചിലർ ഒരു കാര്യം കൊണ്ട് 2 കാര്യം കൊണ്ടൊന്നും പഠിക്കുകയല്ല. വീണ്ടും വീണ്ടും ദൈവത്തെ തിരസ്കരിച്ച് ദൈവത്തിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോവുക. സ്തോത്രം. എന്നാൽ അവസാന സമയത്ത് നമ്മൾ വായിച്ചത് ദൈവം ബിലെയാമിന്റെ കണ്ണ് തുറന്നു. സ്തോത്രം. അപ്പോൾ ആരെ കണ്ടു? നമ്മൾ വായിച്ച വാക്യത്തിൽ ദൂതനെ കണ്ടു. ദൂതൻ വാൾ ഊരി പിടിച്ചോണ്ട് നിൽക്കുന്നത് അവൻ കണ്ടു. കണ്ടു 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 എന്തിനാ വാൾ ഊരി പിടിച്ചോണ്ട് ദൂതൻ നിൽക്കുന്നത്? ഇനി ഒരു ചുവട് മുമ്പോട്ട് വെച്ചാൽ എന്ത് ചെയ്യും? ദൂതൻ വെട്ടിക്കളയും. ഞാനൊരു ആത്മീയ ദൂത്, എനിക്കറിയില്ല, പരിശുദ്ധാത്മാവ് എത്രയോ ആഴത്തിൽ ഈ വചനഭാഗം ഇടപെടുന്നു. ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ മടങ്ങി വരാൻ, മാനസാന്തരപ്പെടാൻ, ആമേൻ, ഈ പോകുന്ന റൂട്ട് ശരിയല്ല, ഈ പോകുന്ന വഴി ശരിയല്ല,
ഈ പോക്ക് ശരിയല്ല, ഈ ബന്ധം ശരിയല്ല ആമേൻ എന്ന് ദൈവാത്മാവ് വാണിങ് കൊടുത്തിട്ടും അതിനെ തിരസ്കരിച്ച് മുൻപോട്ട് പോയാൽ ആമേൻ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ വലുതാണ്. അതിനിടം കൊടുക്കരുതെന്നാണ് ദൈവാത്മാവ് ദൂത് പറയുന്നത്. സ്തോത്രം. അവിടെ ബിലയാമിന്റെ കണ്ണ് തുറന്നപ്പോൾ ബിലയാം ആരെ കണ്ടു? ദൂതൻ കയ്യിൽ വാളൂരി പിടിച്ചോണ്ട് നിൽക്കുക. സ്തോത്രം. ഇവിടെയും ദൈവമാണ് ബിലയാമിന്റെ കണ്ണ് തുറന്നത്. ഹല്ലേലൂയ. അവന്റെ ദ്രവ്യാഗ്രഹം അവന്റെ കണ്ണുകൾ എന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. അവന്റെ അത്യാഗ്രഹം. ഹല്ലേലൂയ. നമ്മി ഞാനോ നിങ്ങളോ ആകട്ടെ, ഞാനൊരു ദൈവദാസനാണ്, നിങ്ങൾ ഒരു പക്ഷേ ഇതിനകത്ത് ദൈവദാസന്മാരുണ്ടാകാം, ദൈവദാസിമാരുണ്ടാകാം, ആരുമാകട്ടെ. നമ്മുടെ ഉൾക്കണ്ണുകളെ കുരുടാക്കാൻ പിശാച് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ദ്രവ്യാഗ്രഹമാണ്, അല്ലെങ്കിൽ ജഡമോഹമാണ്, അല്ലെങ്കിൽ ലൗകിക ചിന്തകളാണ്. അത് നമ്മുടെ ഉൾക്കണ്ണുകളെ കുരുടാക്കിക്കളയും. ബിലയാം നല്ല കാഴ്ചപ്പാടുള്ള ഒരു പ്രവാചകനായിരുന്നു, ദൈവം നിയോഗിച്ച ഒരു പ്രവാചകനായിരുന്നു. പക്ഷെ അകത്ത് ദ്രവ്യാഗ്രഹം കയറി കണ്ണു കുരുടായിപ്പോയി. അതാണ് പിന്നെ പണത്തിന്റെ പുറകെ പോയത്. അത് അവന്റെ ജീവിതത്തിൽ വലിയ നാശത്തിന് കാരണമായി. പ്രിയരെ, നമ്മുടെ ഉൾക്കണ്ണുകൾ ഈ വിധത്തിലുള്ള വേണ്ടാത്ത ചിന്തകൾ കൊണ്ടോ വേണ്ടാത്തതായ ആഗ്രഹങ്ങൾ കൊണ്ടോ മോഹങ്ങൾ കൊണ്ടോ നമ്മുടെ ഉൾക്കണ്ണുകൾ കുരുടായി പോകരുത്. സ്തോത്രം. ബിലയാമിന്റെ കണ്ണ് തുറന്നതുപോലെ എവിടെയെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, കണ്ണുകൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് രാത്രി നമ്മുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെട്ടു വരട്ടെ. നമുക്ക് ഇത് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗാഡ്. ഒത്തിരി വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ എന്റെ മുമ്പിൽ ഉണ്ടെങ്കിലും എന്റെ സമയം വേഗത്തിൽ കടന്നു പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 24-ാം അധ്യായം 31-ാം വാക്യം, പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. മതി. എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ചരിത്രമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോവുകയാണ്. കർത്താവ് അവരോട് ചേർന്ന് നടന്നിട്ട് കർത്താവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ ഈ തർക്കവും വാദവും നിമിത്തം ഇവരുടെ കണ്ണെന്ത് ചെയ്തു? അന്ധത പിടിച്ചു. ഇപ്പോൾ ആത്മീയമായിട്ട് ഇവരുടെ കണ്ണുകൾക്ക് വേണ്ടതുപോലെ കാഴ്ചയില്ല. കർത്താവ് കൂടെ നടന്നിട്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരാണെന്ന് ഓർത്തോണം. കഴിഞ്ഞ 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നവരാണ്. പക്ഷേ അവർക്ക് ഉള്ളിലുണ്ടായ തർക്കവും വാദവും നിമിത്തം, അങ്ങനെയാണ് അതിന്റെ മുകളിലുള്ള വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവർ തമ്മിൽ വാദിക്കുകയാണ്, തർക്കിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചോണം. ആകാത്ത തർക്കവും വാദവും ഒക്കെ നമ്മുടെ ഇടയിൽ വരുമ്പോൾ നാം അറിയാതെ നമ്മുടെ ആത്മീക കണ്ണുകൾക്ക് അന്ധത പിടിക്കും. ശിഷ്യന്മാർക്ക് അതാ പറ്റിയത്. കൂടെ കർത്താവ് നടന്ന് കർത്താവ് സംസാരിച്ചിട്ടും തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ അന്ധത പിടിച്ചുപോയി. സ്തോത്രം. എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച പ്രധാനപ്പെട്ട വാക്യം 31-ാമത്തെ വാക്യം ഒന്നുകൂടെ. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. പ്രിയരെ, നമ്മുടെ കൂടെ നടക്കുന്ന പ്രാണപ്രിയനെ തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ, അവന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാതെ വന്നാൽ, നാം തർക്കിച്ചും വാദിച്ചും അത് കലഹമായി, ഷണ്ടയായി, ഭിന്നതയായി, കയ്പായി, ഇടർച്ചയായി മാറിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി തർക്കങ്ങൾ മാറ്റിവെക്കാം. എന്റെ കർത്താവിനെ കാണാൻ, ഹല്ലേലൂയ, കൂടെ ഇരിക്കുന്നവനെ കാണാൻ, കൂടെ നടക്കുന്നവനെ കാണാൻ. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ ആഴത്തിൽ തുറക്കപ്പെടട്ടെ. ആത്മകണ്ണുകൾ സകലരുടെയും തുറക്കപ്പെടട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിന്റെ ദൃഷ്ടി
ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പറയാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. ശബരഹദരഹസ്തനായ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മനസ്സ്, ഹൃദയത്തിന്റെ കണ്ണ് കുരുടാക്കി. കുറച്ചുകൂടി അത് വ്യക്തമാക്കുന്ന ഒരു വാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. നിങ്ങളെ ഓർത്തും കൊണ്ട്, എന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, ഹൃദയത്തിന്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാകണം. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകാൻ ഉൾക്കണ്ണ് തുറക്കപ്പെടുക. കർത്താവ് നമ്മെ വെറുതെ വിളിച്ചതല്ല കേട്ടോ. കർത്താവ് വിളിച്ചതിന് പിൻപിൽ വലിയ പദ്ധതികൾ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളെ കുറിച്ച് കർത്താവ് വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ചുമ്മാതെ ആമേൻ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനല്ല, അതിനപ്പുറത്ത് ആമേൻ ആയിരങ്ങളിലേക്ക് നിങ്ങളിലൂടെ കർത്താവിന്റെ സ്നേഹം പകരാൻ സ്വർഗത്തിൽ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം ആമേൻ 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ. കർത്താവ് നമ്മെ വിളിച്ചതിന് പിൻപിൽ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും വലിയ ദൈവത്തിന്റെ ആശയുണ്ട്. ഹല്ലേലൂയ. അത് കാണണം, അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ. സാത്താൻ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അവിശ്വാസം കൊണ്ടുവന്നിട്ട് ആ കർത്താവിനെ കാണേണ്ടതുപോലെ കാണാൻ കഴിയാതെ, എന്നെ വിളിച്ചത് എന്തിനാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഞാനും നിങ്ങളും പലപ്പോഴും പലതിലും ഇങ്ങനെ ഭാരപ്പെട്ട് കഴിയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ ആമേൻ ആ ദുഷ്ടഹൃദയം ഇന്ന് രാത്രി നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകട്ടെ. നമ്മുടെ ഹൃദയം വിശ്വാസത്താൽ നിറഞ്ഞു കവിയട്ടെ. എന്റെ ദൈവത്തിനെ കുറിച്ച്, എന്റെ കുടുംബത്തെ കുറിച്ച് വലിയ പദ്ധതികളുണ്ട്, വലിയ പ്ലാനുകളുണ്ട്. ഞാനിങ്ങനെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് അവൻ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട വ്യക്തിത്വമല്ല. എന്നിലൂടെ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്. ഈ മിനിസ്ട്രിയിലൂടെ ദൈവത്തിന് ചില വലിയ പ്രവർത്തികൾ ചെയ്തെടുപ്പാനുണ്ട്. ചിലരുടെ കണ്ണുകൾ ഈ മിനിസ്ട്രിയിലൂടെ ദൈവത്തിന് തുറക്കാനുണ്ട്. അർത്ഥനാധരാജന ശംധനാധര ഉടകമന ഹതന ഹസ്തനാധരാജനായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17, 18 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് അവൻ കണ്ണുകളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. മതി. ഇവിടെ 2 പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, സ്തോത്രം, കുരുടൻ. 2, ആമേൻ, നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം. നീ ആരാകുന്നു? സ്തോത്രം, ഹല്ലേലൂയ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ, നിന്റെ കണ്ണുകൾക്ക് സ്തോത്രം ലേപനം ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്കുള്ള പ്രവചന ദൂതാണ്.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, അവൻ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉൾക്കണ്ണുകൾ ഇന്ന് രാത്രി ഒന്ന് തുറക്കപ്പെടട്ടെ. ഭൗതികമായ ചില നന്മകൾ കാണേണ്ടതിന് മാത്രമല്ല, ആത്മീയമായ ചില നന്മകൾ കാണേണ്ടതിന്. ഇതിനകത്ത് ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവർ ഇരിപ്പുണ്ട്. ദൈവീക വിളിയും തിരഞ്ഞെടുപ്പുമുള്ള വ്യക്തികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവൻ പലതിലും നിങ്ങൾ ഒതുങ്ങിപ്പോയി. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്ന ഒരു അല്പകാലങ്ങൾ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരും. നിങ്ങൾക്ക് വേണ്ടി ചില വേദികൾ ദൈവം ഒരുക്കി തരും. നിങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികളെ ഒരുക്കി തരും. നിങ്ങൾക്ക് വേണ്ടി ചില കുടുംബങ്ങളെ ദൈവം ഒരുക്കി തരും. അർത്ഥര അഭിമാന ഗന്ധര റബദന. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞു പോയ നാളുകളെ ഓർത്ത് വിലപിക്കാനല്ല, ഇനി ദൈവം തരുന്ന ആയുസിന്റെ നാളുകൾ കർത്താവിന് വേണ്ടി ചില വൻകാര്യങ്ങൾ ചെയ്യുവാൻ. ഹല്ലേലൂയ. ചിലരുടെ അടുക്കൽ നിങ്ങളൊന്ന് ചെന്നാൽ മതി, നിങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളൊരു വചനം പറഞ്ഞാൽ മതി, അവരുടെ കെട്ടഴിഞ്ഞു മാറും. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് കൊള്ളുകയില്ല, നിങ്ങളെ കൊണ്ട് കഴിവില്ല. അവൻ ഇങ്ങനെ അവിശ്വാസം പറഞ്ഞ് നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അത് ദുഷ്ടന്റെ തന്ത്രമാണ്. നിങ്ങളുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അർത്ഥമന ഹതന പ്രബൽക്കന രഗതന. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പല കണ്ണുകളും തുറക്കപ്പെടാനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ഒരു സ്വർഗീയ വിളിയാണ്, സ്വർഗീയ തിരഞ്ഞെടുപ്പാണ്. അർത്ഥമന ധരാജന ശംധന റബൽഖന രഗതന. അവൻ ഷിജി എന്ന് പറയുന്ന ഈ ഓൺലൈനിൽ ദൈവവചനം കേൾക്കുന്ന വാത്സല്യ സഹോദരിയോട് പരിശുദ്ധാത്മ പറയുകയാണ്, സിസ്റ്ററെ, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചില വലിയ പദ്ധതികൾ ചെയ്തെടുപ്പാനുണ്ട്. മരണത്തിന് വേണ്ടി കൊതിക്കുന്ന ചിലതിനെ ജീവങ്കലേക്ക് നടത്താൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ഇനി വേണ്ട, മരിച്ചാൽ മതി എന്ന് പറയുന്ന ചില വ്യക്തിത്വങ്ങളെ നിങ്ങളിലൂടെ കർത്താവ് ജീവങ്കലേക്ക് നടത്തും. അവൻ നിങ്ങളെ കൊണ്ടൊരു മിനിസ്ട്രി കർത്താവിന് ചെയ്തെടുപ്പാനുണ്ട്. വളരെ പ്രാർത്ഥിച്ചു കൊള്ളണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് ആ വലിയ പ്രവൃത്തികൾക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒരുക്കുകയാണ്. സോണി എന്ന് പറയുന്ന ഒരു സഹോദരി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ തിരഞ്ഞെടുത്തവൻ വെറുതെ ഉദ്ദേശമില്ലാതെ തിരഞ്ഞെടുത്തതല്ല. അവൻ ദൈവത്തിന് നിങ്ങളിലൂടെ, അവൻ നിങ്ങളുടെ കുടുംബക്കാരിൽ ചിലത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ചിലത് അവൻ ബന്ധിക്കപ്പെട്ട്, കർത്താവ് പറഞ്ഞില്ലേ, എനിക്ക് ആവശ്യമുണ്ട്, ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്, പക്ഷെ അത് കെട്ടപ്പെട്ട് കിടക്കുക. മകളെ, ദൈവാത്മാ പറയുന്നു, നിന്നെ കൊണ്ട് ചില കെട്ടടിച്ച് അവൻ പ്രയോജനപ്പെടേണ്ട ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കർത്താവിന്റെ ആത്മാവ് നിന്നെ കണ്ടിരിക്കുന്നു. ആ വിധത്തിൽ ഒരു ശുശ്രൂഷ നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മടിച്ചിരിക്കരുത്. നീ ചുവടുകളെ മുൻപോട്ട് വെക്കുക. അർത്ഥനാദിമാരകൽക്കന വർദ്ധൽ പ്രമാണകക്ഷസ്യംധനായ വത്സല എന്ന് പറയുന്ന ഈ ഓൺലൈനിൽ അവൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രിയ ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. അവൻ രക്തബന്ധങ്ങൾ ചിലത് അവൻ മുമ്പോട്ട് പോകാൻ കഴിയാതെ വഴിമുട്ടിയ, അവൻ വഴി അടഞ്ഞു കിടക്കുന്ന, ഇനി ജീവിതം അവൻ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അറിയാൻ കഴിയാതെ ആകുലപ്പെടുന്ന, അവൻ മാർത്തയെ പോലെ വല്ലാതെ ആകുലപ്പെടുന്ന ചിലതിന്റെ അടുക്കൽ മറിയെ പോലെ ദൈവം നിന്നെ അയക്കും. നിന്നിലൂടെ ആ ഒരു കുടുംബത്തിന്റെ അവൻ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ പ്രത്യേകം അഭിഷേകം ചെയ്ത് ആ വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചനയായിട്ട് ഇടപെടുകയാണ്. ഹർബൽ ഖമാനകം ധന ഖമനരഗതന അർദൽ ഖമനരഗൽഖനരഗതന. യേശുവിന്റെ രക്തം ജയമെടുക്കുന്നു, യേശുവിന്റെ നാമം ജയമെടുക്കുന്നു. ഇന്ന് രാത്രി വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ തുറക്കപ്പെടട്ടെ, ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ, എന്നിലൂടെ ദൈവത്തിന് ചില വൻകാര്യങ്ങൾ ഈ ആയുസിൽ, ഈ തലമുറയിൽ ചെയ്തെടുപ്പാനുണ്ട്. ദുഷ്ടൻ കണ്ണുകളെ കുരുടാക്കും, എന്നാൽ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറക്കും. അവൻ ചില നന്മ കാണും. ഈ ആയുസിൽ ചില നന്മകൾ കാണും. ഈ ആയുസിൽ ചില നന്മകൾ പ്രാപിക്കും. ചില ആത്മാക്കളെ നിത്യത്തിലേക്ക് നടത്താൻ കർത്താവ് നമ്മെ ഉപയോഗിക്കും. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ട ദൈവവചന സന്ദേശത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശത്താൽ, ഈ ആലോചനകളാൽ നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.